തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജുകളിലൊന്നാണ്. ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ളൊരു വിഷയം ഈ ജലജന്യമായിട്ടുള്ള രോഗങ്ങളുടെ ഫലമായിട്ട് വളരെ കൂടുതൽ ആളുകൾ മരണമടയുന്ന ഒരു സാഹചര്യം. ശുദ്ധജലം, കുടിക്കാൻ പറ്റുന്ന ശുദ്ധജലം, അതിൻ്റെ ദൗർലഭ്യം നേരിടുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ ഏതാണ്ട് 5-5.5 വർഷക്കാലത്തിനിടയിൽ 2500ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എലിപ്പനി കാരണം 1514 പേർ, ഡെങ്കിപ്പനി കാരണം 515 പേർ, മഞ്ഞപ്പിത്തം കാരണം 233 പേർ. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ 5-5.5 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മരണനിരക്ക്. ഇതിന് പരിഹാരം കണ്ടെത്താൻ നമ്മുടെ ഈ ത്രിതല ആരോഗ്യ സംവിധാനത്തിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളും അതിനുശേഷം വരുന്ന താലൂക്ക് ജില്ലാ ആശുപത്രികളും അതിനുശേഷം വരുന്ന മെഡിക്കൽ കോളേജും, ഈ സംവിധാനത്തിൽ പക്ഷേ ദൗർഭാഗ്യവശാൽ മെഡിക്കൽ കോളേജിലേക്കാണ് ഇപ്പോൾ നേരിട്ട് ആളുകൾ വരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഒരു ബെഡിൽ ഒന്നിലധികം ആളുകൾ കിടക്കുക, കിടക്കയുടെ താഴെ, കട്ടിലിൻ്റെ താഴെ ആളുകൾ കിടക്കുന്ന സാഹചര്യം, ഈ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ബഹുമാന്യനായിട്ടുള്ള മന്ത്രി അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം പറഞ്ഞു, ഇനി മുതൽ നിലത്താളെ കിടത്തുന്ന സംവിധാനം ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ആ സമീപനത്തെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് പരിഹരിക്കണമെങ്കിൽ നമ്മുടെ പ്രാഥമിക, അതോടൊപ്പം തന്നെ സെക്കൻഡറി ഹെൽത്ത് കെയർ സിസ്റ്റം, ആ സിസ്റ്റം ശക്തിപ്പെടുത്താൻ അതിനുള്ള നടപടികൾ, അതിനു വേണ്ടിയിട്ടുള്ള വകയിരുത്തൽ ബജറ്റിൽ നമ്മുടെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ബജറ്റ് വിഹിതം, ആ ബജറ്റ് വിഹിതം, ആരോഗ്യ മേഖലക്കുള്ള ബജറ്റ് വിഹിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ താരതമ്യേന കേരളം പിറകിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കാതെ, സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാതെ ഈ കാര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകും? എന്താണ് ബഹുമാന്യനായിട്ടുള്ള മന്ത്രി ഈ വിഷയത്തിൽ പരിഹാരം എന്നുള്ള നിലയിൽ ആലോചിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞാൽ. ബഹുമാനപ്പെട്ട മന്ത്രി. ബഹുമാനപ്പെട്ട